കാസ്റ്റിംഗ് ഡയറക്ടറായിട്ട് ഈവൻ ആ ഒരു റോളും കൂടി ഡോൺ ചെയ്തിട്ടുണ്ട് അല്ലേ? ടൈറ്റിൽസ് ആണ്, നിരവധി അനവധി ടൈറ്റിൽസ്. ഞാൻ ആക്ച്വലി വിനീത് ശ്രീനിവാസനെ തട്ടത്തിൻ മറയത്ത് എന്ന് പറഞ്ഞ ഫിലിമിൽ ഞാൻ അഭിനയിച്ചിരുന്നു. അപ്പോൾ പുള്ളി പുതിയ ഫിലിം എടുക്കണമെന്ന് ന്യൂസ് കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ ചാൻസിന് വേണ്ടി അങ്ങോട്ട് വിളിച്ചതാണ്. അപ്പോൾ പറഞ്ഞു, ദിനേശ് ചേട്ടന് അഭിനയിക്കാൻ പറ്റിയ വേഷമൊന്നും ഇതിലില്ല, പക്ഷേ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പോൾ നമ്മൾ എന്തിനും റെഡിയാണല്ലോ. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ക്യാമറ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യും, ഈ രംഗത്ത് പാലിക്കാൻ വേണ്ടി. അപ്പോൾ പറഞ്ഞു എന്നെ കാസ്റ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യണം. പിന്നെ ഞാനത് ഏറ്റെടുത്തിട്ട് കുറച്ച് നാൾ സിനിമയിൽ അഭിനയവും പോലും ഉണ്ടായിരുന്നില്ല. ഒരു 2-3 മാസം ഇതിന് വേണ്ടി തന്നെ ബോംബെ, മദ്രാസ്, മൈസൂർ, ബാംഗ്ലൂരൊക്കെ ട്രാവൽ ചെയ്ത് ഇവിടെ കേരളത്തിലും പല ആളുകളെ കണ്ടെത്തി അതിലൊരു ട്രാൻസ്ജെൻഡറെ ഞാൻ അഭിനയിപ്പിച്ചു. അത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ബോംബെയിലും അവിടെ ഇവിടെയൊക്കെ സ്ഥിരം സിനിമകളിൽ അഭിനയിക്കുന്ന ചില ട്രാൻസ്ജെൻഡേഴ്സിനെ കാണിച്ചു. വിനീതിന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞാൻ ശോഭനയുടെ അസിസ്റ്റൻ്റായിട്ടുള്ളത്. അങ്ങനെ ഞാൻ ചെന്നൈയിൽ പോയിട്ട് ഈ അറവാണി അസോസിയേഷൻ എന്ന് പറഞ്ഞ് ഇവർക്കൊരു അസോസിയേഷൻ ഉണ്ട് ഈ ട്രാൻസ്ജെൻഡേഴ്സിന്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നിങ്ങൾക്ക് ഇവരെ പേടിയോടുകൂടിയാണല്ലോ നമ്മളിവരെ കാണുന്നത്. പക്ഷേ ഇവർ ആക്ച്വലി ഭയങ്കര ഷൈ ആണ്. അതായത് പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് വരാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇവരെ കളിയാക്കും, അങ്ങനെയൊക്കെയുള്ളൊരു പേടിയുണ്ടല്ലോ. അതിൽ തന്നെ കുറച്ച് റൂഡായിട്ടുള്ളവരുണ്ട്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ അതിൽ തന്നെ ആക്ടിങ്ങിന് പറ്റുന്ന ആരുണ്ട്, കുറച്ച് പേരുടെയൊക്കെ ഞാൻ ഇങ്ങനെ മാറ്റി നിർത്തി ഫോട്ടോ എടുക്കാൻ പോലും ഇവർക്ക് ഭയങ്കര ചമ്മലാണ്. അതിൻ്റെ ഞാൻ വീഡിയോ ടെസ്റ്റ് എടുക്കാനെന്ന് പറഞ്ഞ് ഞാൻ പോകുന്നത്. പിന്നെ അങ്ങനെ 1-2 പേരായിട്ട് 2 ദിവസം പോയി സംസാരിച്ച് കമ്പനിയൊക്കെ ആയി വൈകുന്നേരം പുറത്തൊക്കെ വെച്ച് കണ്ട് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി ഒരാളെ പയ്യെ ഇതിലേക്ക് ട്യൂൺ ചെയ്തെടുത്തു. അവർ പക്ഷെ നന്നായിട്ട് ചെയ്തു. സബിത എന്നായിരുന്നു അവരുടെ പേര്. അപ്പോൾ പിന്നെ അവരിപ്പോൾ വേറെ ഒരു തമിഴ് ഫിലിം ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു കിരീടവും കൂടി എൻ്റെ തലയിലേക്ക് വെച്ചു. കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞു, മലയാളത്തിൽ ആദ്യത്തെ കാസ്റ്റിംഗ് ഡയറക്ടർ. നമുക്ക് അങ്ങനെ ആക്ച്വലി ഒരു പ്രൊഫഷൻ ഇല്ല, പക്ഷെ നമുക്ക് മാത്രമേ ഇല്ലാത്തുള്ളത്. നമുക്ക് മാത്രമേ ഉള്ളൂ. ആമേനിലെ പോത്തച്ചൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആരും മറക്കില്ല. ആ ക്യാരക്ടർ കണ്ടിട്ടുണ്ടെങ്കിൽ മകരൻ ദേശ്പാണ്ഡെ പ്ലേ ചെയ്ത വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആ സിനിമയിൽ. അതിനെ ഡബിങ് ചെയ്ത് ഈ ഇരിക്കുന്ന ദിനേശ് പ്രഭാകർ ആണ്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ചെന്നപ്പോഴാണ് ഇദ്ദേഹം ആണെന്ന് കണ്ടത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഞാൻ ഒത്തിരി ഹിന്ദി ഫിലിംസിൽ നേരത്തെ കണ്ടിട്ടില്ല. ഞാൻ ബോംബെയിലുള്ള സമയത്ത് ഇദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇദ്ദേഹം അവതരിപ്പിക്കുന്ന പ്ലേ നാടകം കണ്ടിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹം അഭിനയിച്ച മറാഠി സിനിമകളും ഇദ്ദേഹം അഭിനയിച്ച ഹിന്ദി സിനിമകളും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുള്ളിയുടെ ഒരു വലിയ ആരാധകനും കൂടിയാണ്. ഒരു പ്രത്യേക ശൈലിയിൽ അഭിനയിക്കുന്ന ഒരു കക്ഷിയാണ്. പുള്ളിക്ക് വേണ്ടി ഡബ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇറ്റ്സ് നോട്ട് ഈസി എന്നുള്ളത്. കാരണം പുള്ളി ഒരു ഭയങ്കര താളാധിബദ്ധമായ വേറൊരു ചലനം. അപ്പോൾ സീൻസ് കണ്ടപ്പോൾ ഭയങ്കര ബ്രില്യൻ്റായിട്ട് അഭിനയിച്ചിരിക്കുന്നു. പറഞ്ഞിരിക്കുന്നതൊക്കെ പുള്ളി വേറെ എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നതൊക്കെ ഒപ്പിച്ചിരിക്കുക, പക്ഷേ എക്സ്പ്രഷൻസ് ആൻഡ് ഓൾ ഗുഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ട്രൈ ചെയ്യാം. അപ്പോൾ ഞാനൊരു സീൻ ഡബ് ചെയ്തപ്പോൾ ഒരു ഷാപ്പിലൊരു സീനായിരുന്നു ഫസ്റ്റ്. ഇദ്ദേഹം ഷാപ്പിലേക്ക് കയറി വന്ന് ഒരു കുപ്പി എടുത്ത് ഒറ്റ വലിക്ക് ഒരു കുപ്പി കുടിച്ചിട്ട് അവിടെ കിടന്നൊരു പ്രകടനം, കലാപമണിയായിട്ടുള്ളൊരു സീനാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം ആയിരിക്കും ഇതിപ്പോൾ ഞാനാണ് ചെയ്തതെന്ന് തന്നെ റിവീൽ ചെയ്യുന്ന ഒരു മീഡിയയിലൂടെ. ഞാനോടും പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ പലരും ഇത് അറിഞ്ഞിട്ട് പിന്നെ എന്നെ വിളിച്ച് പറഞ്ഞു നീയാണ് ചെയ്തത്, ഭയങ്കര രസമായിരിക്കും. കാരണം ആ ക്യാരക്ടർ അത്രത്തോളം ഹൈപ്പിൽ കയറി വരുമ്പോഴാണ് മറ്റേ ഫഹദിൻ്റെ ക്യാരക്ടർ തമ്മിലുള്ള ക്ലൈമാക്സ് സീക്വൻസും എല്ലാം ആക്ടർ ആരാണ് എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പലരും എന്നോട് ചോദിച്ചു. അപ്പോൾ പലർക്കും അദ്ദേഹത്തിന് അറിയില്ല എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ, പക്ഷേ ഒരു നാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ഒരു ആക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കള്ളൂടി സ്റ്റൈലിലാണ് അങ്ങനെ ഡബ് ചെയ്തത്. എന്താ വാപ്പാ, ആരൊക്കെയാടാ എൻ്റെ ആൻഡീസ് ബാൻഡിലെ 7 കൂലികൾ, അങ്ങനെ ഒരു കള്ളുപിടിക്കുന്നവരെ. എന്താ വാപ്പാ പഴയതെല്ലാം മറന്നുപോയോ, ഒരാൾ വായിച്ചാൽ തിരിച്ചു വായിക്കണമെന്ന് അറിഞ്ഞുകൂടെ. അങ്ങനെ ആ ഒരു സ്റ്റൈലിൽ ഒരു ഇത് ഇപ്പോൾ കറക്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ആയിട്ട് ഭയങ്കരമായിട്ട് ബ്ലെൻഡായി. എന്താ പാപ്പാ പഴയ ആംബിയറൊന്നും ഇല്ലേ? ഒരുത്തം വായിച്ചാ അതിനെതിരെ വായിക്കാൻ ഇപ്പോൾ കേൾപ്പില്ലേ? മോഹങ്ങൾ മരവിച്ചു, മോതിര കൈ മുരടിച്ചു, മനസ്സു മാത്രം മനസ്സു മാത്രം. ആദ്യം കാഞ്ഞൂര് പള്ളിയിൽ സെബസ്ത്യാനോസ് പുണ്യാളന്റെ പെരുന്നാളിന് അല്ലേ? പിന്നെ ചാലക്കുടി സെബസ്ത്യാനോസ് പുണ്യാളന്റെ പെരുന്നാളിന്, ഒല്ലൂർ ഗബ്രിയേൽ മാലാഖയുടെ പെരുന്നാളിന്, അവസാനം കൊറ്റമം റോക്കി പുണ്യാളന്റെ പള്ളിയിലെ പെരുന്നാളിന്. അന്ന് തന്നെ നിങ്ങൾ തറ പറ്റിച്ചു. പോത്തച്ഛൻ നാണവും നിറയും കേട്ടു. അതായിരുന്നു അവസാനം അല്ലേ? അല്ല, ഞാൻ പിന്നെയും കാത്തു പാപ്പൻ ഒന്ന് തിരിച്ചിറങ്ങാൻ. ഒന്നും പറയാതെ എസ്താപ്പാൻ അങ്ങ് പോയി. ഇനിയിപ്പോൾ ലൂയി പാപ്പനല്ലേ ഉള്ളൂ.
പഴയ കണക്കുകളൊക്കെ ഒന്ന് തീർക്കണ്ടേ? ഞാൻ ഈ കുമരങ്കരി വന്നേക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല, കള്ളിനോ പെണ്ണിനോ വേണ്ടിയിട്ടല്ല. നിങ്ങളെ ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് തോൽപ്പിക്കണം, അതെൻ്റെ ഒരു വാശിയാണ്. പക്ഷേ ഇതല്ല യുവർ ഫസ്റ്റ് സ്റ്റെന്റ് വിത്ത് ഡബിങ് അല്ലെ? ഇതിനു മുൻപേ കുറെ സിനിമകൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഫോർ ദ പീപ്പിൾ എന്ന റീലിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് വില്ലൻസിന് വേണ്ടി, കൂടുതലും വില്ലന്മാർക്ക് വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞില്ല, ഡബിങ് സ്റ്റാർട്ടഡ് ഇൻ ബോംബെ. മറ്റേ ആർട്ട് ഫിലിംസിൽ ഡബ് ചെയ്തു. നാട്ടിൽ വന്ന് ഞാൻ പറഞ്ഞില്ല, ആ ഒരു സ്ട്രഗിൾ പീരീഡിൽ പിന്നെ ഒരു ഇൻകം ഫാക്ടർ പ്രശ്നമൊക്കെ വന്നപ്പോൾ ഡബിങ്, ആർട്ട് ഫിലിം, അഭിനയം എല്ലാം ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ധാരാളം പേർക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട് ഞാൻ. നിഷാന്ത് സാഗറിനും വിനീത് കുമാറിനും നരേനൊക്കെ വേണ്ടി പടങ്ങൾ ചെയ്തിട്ടുണ്ട്. കൂടുതലും ചെയ്തിട്ടുള്ളത് ഹിന്ദി സംസാരിക്കുന്ന വില്ലന്മാരും അല്ലെങ്കിൽ അങ്ങനെ നോൺ മലയാളം സംസാരിക്കുന്ന ബോംബെ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വില്ലന്മാർ, ഈ പറഞ്ഞ പോലെ അങ്ങനെയുള്ള കാറ്റഗറിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ പണ്ട് ഇതിനു മുമ്പ് എനിക്ക് അങ്ങനെ ഡിഫിക്കൽറ്റി തോന്നിയിട്ടുള്ളത്, ഞാൻ ഇർഫാൻ ഖാൻ എന്ന് പറയുന്ന നടനുണ്ടല്ലോ ഇന്ത്യയിൽ, പുള്ളി ഇപ്പോൾ വളരെ ഫേമസ് ആവുന്നതിന് മുമ്പ് ഞാൻ ഈ പറയുന്ന 90കളിൽ ഞാൻ ബോംബെയുള്ള സമയത്ത് ഇദ്ദേഹത്തിന് വേണ്ടി 1-2 പരസ്യങ്ങൾ ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, ഞാനൊരാൾക്ക് വേണ്ടി ഡബ് ചെയ്തു. അയ്യോ ഭയങ്കര ബുദ്ധിമുട്ട് അയാൾക്ക് വേണ്ടി ഡബ് ചെയ്യാം, കാരണം പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി ഒരു പ്രത്യേക രീതിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പുള്ളി സിനിമയിൽ വന്നു കഴിഞ്ഞാൽ ഇയാളൊരു വലിയ ആക്ടറാവും എന്ന് ഞാൻ അന്ന് ഇത് പറഞ്ഞിട്ടുണ്ട്. കാരണം അതിനൊക്കെ വർഷങ്ങൾക്ക് ശേഷമാണ് പുള്ളി ഫിലിമിൽ ഭയങ്കര ഫേമസ് ആയതും. ഇപ്പോൾ ഓസ്കർ അവാർഡ് വിന്നിങ് ഫിലിമിൽ വരെ പോയില്ല. മേ ഗയാ താ ഉസ്കോ മിൽനെ കെ ലിയെ, ഇതായിരിക്കും ഡയലോഗ്. ഞാൻ അവനെ കാണാൻ പോയിരുന്നു. പക്ഷെ ഇതിപ്പോൾ ഈ ഇർഫാൻ ഖാൻ്റെ കയ്യിലേക്ക് ഡയലോഗ് കൊടുത്ത് ഇയാളിത് പറയുന്നത് വേറെ രീതിക്കായിരിക്കും. ഇങ്ങനെ അയാൾ ലിപ്പ് പിടിക്കാൻ പറ്റില്ല. ഇത് അങ്ങനെ ഒരു 3 ഡയലോഗ് ആക്കും. അപ്പോൾ ഇത് എവിടെയിട്ട് പിടിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ നാനാ പടേക്കറിന്റെ ശബ്ദമൊക്കെ അന്ന് ഇപ്പോൾ ഇല്ല ഇമിറ്റേറ്റ് ചെയ്യായിരുന്നു അന്ന് മറ്റേ ബോംബെയിൽ വെച്ചിട്ട് ക്രാന്തി വീറിന്റെ ഡയലോഗുകളൊക്കെ. ഏ കലം വാലി ബായ്, कलम की ताकत से वर्तमान के काले खोट को खत्म करना चाहता था. कौन सुना उसकी बात? मैं सुना. कुछ अच्छा काम करके जा रहा हूँ, सुकून है. ये हिंदू और मुसलमान के बारे में इसको किसने बताया? मैंने साले അങ്ങനെ പറഞ്ഞിട്ടുള്ള ഡയലോഗ്. പക്ഷെ അന്ന് ബൈഹാർട്ടായിരുന്നു ഡയലോഗ്. ഇപ്പോൾ ഭയങ്കര സ്പീഡിൽ പറഞ്ഞു, ഭയങ്കര ഹൈപ്പറിലായിട്ട് പറഞ്ഞു. അന്ന് ഈ നാനാ പടേക്കർ, സഞ്ജയ് ദത്ത്, പരേഷ് രാവൽ ഇവരൊക്കെ ശബ്ദം പറയായിരുന്നു. ये बल्लू बलनायक नाम है मेरा, शराफत की किताब में हमें खलनायक कहते हैं. അങ്ങനെ പറഞ്ഞിട്ട് സഞ്ജയ് ദത്ത്. പക്ഷേ ഇപ്പോൾ ഇറ്റ്സ് ലൈക്ക് ഇയേഴ്സ് ഞാൻ എൻ്റെ ഒരു ടച്ച് വിട്ടുപോയി. അതുപോലെ തന്നെ ഹിന്ദിയിൽ ഈ അമീൻ സയാനി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. ഈ വാസ് എ ഫേമസ്. ഇപ്പം നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന അത് ഈ കോമ്പയറിങ്ങിൻ്റെ ഒക്കെ ആശാനായിരുന്നു പുള്ളി ഹിന്ദിയിൽ. ജി ഹാ ദോസ്തോ, അമീർ ഖാൻ കി ഫിലിം അക്കേലെ ഹം അക്കേലെ തും, അങ്ങനെ പറഞ്ഞിട്ടൊരു മോഡുലേഷനിൽ ഇദ്ദേഹം പറയും. അതാണ് അമീൻ സയാനി. അപ്പോൾ പണ്ടത്തെ ഈ പ്രസാർ ഭാരതിയിലും ഒക്കെ ഇദ്ദേഹമായിരുന്നു മെയിനായിട്ട് ഈ പാട്ടുകൾ പറയുന്നത്. അങ്ങനെയായിരുന്നു. അപ്പോൾ ഗീത്കാർ മജ്റൂ സുൽത്താൻപുരി ഒരു സംഗീത്കാർ അന്നു മലിക്, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക മോഡുലേഷനിലാണ് ഇയാൾ പറയുക. അപ്പോൾ അങ്ങനത്തെ സൗണ്ടുകളൊക്കെ അന്ന് ഹിന്ദിയിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഇമിറ്റേറ്റ് ചെയ്യായിരുന്നു. ഇപ്പോൾ മിമിക്രിയുടെ ടച്ച് സത്യം പറഞ്ഞാൽ വിട്ടു. പക്ഷേ ഈ പറഞ്ഞാൽ ഇറ്റ്സ് ഇൻസൈറ്റ്. അത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്ത് വീണ്ടും അതിനോട് താല്പര്യമുണ്ടെങ്കിൽ ആക്കിയെടുക്കാം. ദിനേശ് ഒരുപാട് ആഡ് ഫിലിംസിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കുറച്ചധികം ഫേമസ് ആയിട്ടുള്ളത് കുറച്ചേ ഉള്ളൂ. പക്ഷെ ചെയ്ത ആഡുകളെല്ലാം ഓൾമോസ്റ്റ് ലൈക്ക് ഒരു അമറോണിന്റെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്റർനാഷണലി അക്ലെയിംഡ്. സോ ഹൗ ഡിഡ് ദാറ്റ് ഹാപ്പൻ? ആ ഒരു സ്റ്റോറി ബോർഡ് അത്രയും. അതെ അത് എനിക്ക് തോന്നുന്നു മറ്റേ ഏറ്റവും കൂടുതൽ എന്താ വ്യൂവർഷിപ്പ് ഉണ്ടായിരുന്ന ഒരു ആഡായിരുന്നു കഴിഞ്ഞ വർഷം, മുമ്പത്തെ വർഷവും. ആമറോൺ ബാറ്ററി ലൈഫ് സേവർ എന്ന് പറഞ്ഞിട്ട്, ബാറ്ററി ഗിയ തോ ലൈഫ് ഗിയ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അതെൻ്റെ ഈ ഒരു ബോംബെ ഇതുപോലെ സുഹൃത്ത് കണക്ഷനിൽ വന്ന ഒരു ആഡാണ്. ഞാൻ മൂന്നാറിൽ ഷാരൂഖ് ഖാനെ മീറ്റ് ചെയ്തു. ഒരു ചെന്നൈ എക്സ്പ്രസിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് എൻ്റെ വേറൊരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷാരൂഖ് ഖാനെ മീറ്റ് ചെയ്ത പുള്ളി എന്നോട് പറഞ്ഞു, ഐ നോ യു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല സാർ, ഐ എം മീറ്റിംഗ് യു ഫസ്റ്റ് ടൈം, എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കാണണം എന്നൊക്കെ പറഞ്ഞു സംസാരിച്ച്. എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ആക്ടറാണ്, ആർട്ട് ഫിലിംസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ ആമറോൺ ബാറ്ററിയുടെ ആഡ് വന്നപ്പോഴാണ് പുള്ളി പറയുന്നത്, യെസ് ദാറ്റ്സ് വൈ ഐ ടോൾഡ് യു ഐ നോ യു. ഞാൻ ഈ ആഡ് പല പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, പുള്ളിയുടെ മക്കൾക്ക് ഈ ആഡ് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷം തോന്നി കേട്ടപ്പോൾ. കാരണം അവരും ഈ ആഡ് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ജോൺ അബ്രാമിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ആഡ് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് സം സിമിലാരിറ്റി തോന്നി ബേസിന്ന് പറഞ്ഞിട്ട്. അത് മാത്രമല്ല ആ ആഡ് മെയിനായിട്ട് ഹിന്ദി ചാനൽസിലായിരുന്നു കൂടുതലായിട്ട് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ബോംബെയിൽ പോയ സമയത്ത് ഒരു മൾട്ടിപ്ലെക്സിൽ സിനിമ കാണാൻ പോയപ്പോൾ, ഒരു ഹിന്ദി ഫിലിം കാണാൻ പോയപ്പോൾ പടത്തിന് മുമ്പ് ഈ ആഡ് കാണിച്ചു മൾട്ടിപ്ലെക്സിൽ. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഇൻ്റർവെൽ സമയത്ത് കുറച്ച് ആളുകൾ എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ തുടങ്ങി. ആ ഫെയർനെസ്സിലായിരുന്നു. 1-2 പേര് ഒന്ന് ചോദിക്കുകയും ചെയ്തു, നിങ്ങളാണോ ആഡിൽ കണ്ടപ്പോൾ? നമ്മൾ അതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് മെഡ്രാസ് കഫേ ഒന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ
ആലോചിച്ചു ബോംബെയിൽ ബോംബെയിൽ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിച്ച് നടന്ന് നാട്ടിൽ വന്ന് അഭിനയിച്ച് തിരിച്ച് ബോംബെ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു മെയിൻ പടം നടക്കുന്ന സ്ക്രീനിൽ നമ്മുടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണിക്കുക ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ അതിനുശേഷം മദ്രാസ് കഫേയും ബോംബെയിൽ മുഴുവൻ കാണിച്ചു. സന്തോഷമുള്ള കാര്യമായിരുന്നു. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു 2013 റിലീസ് ചെയ്ത ഹിറ്റ്സ് ആയിരുന്നു ഈ പാർട്ട് ഓഫ് മോസ്റ്റ് ഓഫ് ദി ഹിറ്റ്സ് അല്ലേ? ഫിലിം ഹിറ്റ്സിൽ ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? എൻ്റെ കുറച്ച് ഇമ്മാനുവൽ ആയിരുന്നു എന്നാണ് ആദ്യം ഇറങ്ങിയത്. ഇമ്മാനുവൽ, പിന്നെ പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും, പിന്നെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, പിന്നെ ഇപ്പോൾ ഈ 1983. ഇതെല്ലാ പടങ്ങളും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് സക്സസ് ഫിലിംസ് ആണ്. അതിൽ ചെറിയ വേഷങ്ങളായിരുന്നെങ്കിലും ഞാനിതുവരെ പടങ്ങളിലെല്ലാം ചെറിയ ചെറിയ വേഷങ്ങളെ ചെയ്തിട്ടുള്ളൂ. അത് ശ്രദ്ധിക്കപ്പെട്ടു. പുള്ളിപ്പുലികൾ ആട്ടിൻകുട്ടികളിലെ ഷാപ്പിൽ 2-3 സീൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒത്തിരി പേര് മെസ്സേജ് അയക്കുകയും നേരിട്ട് കാണുമ്പോഴും ഒക്കെ പറയും. ഫേസ്ബുക്കിൽ ഒരാൾ പോസ്റ്റ് ഇട്ടു, ചെഞ്ചുണ്ടിൽ എന്നുള്ള പാട്ട് ഇപ്പോഴാണ് കൂടുതൽ ജനകീയമായത്. ഷാപ്പിലിരുന്ന് ഒരാൾ ഇത് പാടുന്നു, ആ ഒരു എന്താ പറയുക, കള്ളു കുടിച്ചിട്ട് ആ ഒരു താളത്തിൽ ഇത് പാടുന്നു. അപ്പോൾ അങ്ങനെ ഭയങ്കര അപ്രീസിയേഷൻ കിട്ടി അതിന്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് കണ്ടിട്ട് കുറേ പേരോട് പറഞ്ഞു വളരെ മെച്യൂറായിട്ടുള്ള ഒരു ക്യാരക്ടർ നീ വളരെ നന്നായിട്ട് ചെയ്തു, പടം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അതുപോലെ ഇമ്മാനുവലിൽ ഒരു സീനിലേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ചെഗുവേര ടീഷർട്ട്. അപ്പം നമുക്ക് പറയുന്നൊരു ഡയലോഗുണ്ട്, ഈ ടീഷർട്ടിൽ പടവും ഡയലോഗ് ഉണ്ടായാൽ പോരാ, പ്രവൃത്തിയിലും കാണണം എന്ന് പറയുന്ന ആ ഒരു ഡയലോഗിന് ആളുകൾ നമുക്കയുടെ ആ ഒരു പ്രസൻറ്റേഷനിൽ ആൾ കൈയടിച്ചു. പക്ഷെ ആ ഒരു സീനിൽ വന്നതുകൊണ്ട് ഒരു സീനുള്ളെങ്കിലും ആ പടത്തിൽ ഒരു മെയിൻ ക്യാരക്ടർ ചെയ്ത പോലത്തെ ഒരു ഫീൽ വന്നു. ഒരു പടത്തിൽ നമ്മളെ കണ്ട് ഇഷ്ടപ്പെട്ടാലാണ് അടുത്ത പടത്തിൽ നമ്മൾ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എല്ലാം ഇന്റർവ്യൂ അതിലേക്ക് വഴി നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഇന്റർവ്യൂ എല്ലാ സംവിധായകരും കഥാകൃത്ത് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ശ്രദ്ധിക്കട്ടെ. അവർ എന്തെങ്കിലും നല്ല വേഷങ്ങൾ എനിക്ക് വേണ്ടി I hope you had a good time on Starjam. സോ ഹാപ്പി. ഇപ്പോൾ മേ ബി ഞാൻ പറഞ്ഞില്ല, കുറേ ഇൻ്റർവ്യൂസ് ചെയ്തതിൽ ഇത്രയും ഓപ്പണപ്പായിട്ട് സംസാരിച്ചൊരു ഇൻ്റർവ്യൂ ചിലപ്പോൾ സ്റ്റാർജാം എന്താ ചെയ്യാൻ ഞാൻ അങ്ങനെയൊക്കെ ആയിപ്പോയി. Anyway, thank you so much and hope to see you again.